ഗവൺമെന്റ് കോൺട്രാക്ടർമാർക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക പണം കുന്നുകൂടാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഏതാണ്ട് 60,000 കോടിയോളമാണ് വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി കരാറുകാർക്ക് സർക്കാർ നൽകാനുള്ളത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഏറ്റവും അധികം തുക ബാക്കിയുള്ളത്, 32,000 കോടി രൂപ. പദ്ധതിയുടെ 30% സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ഇതിന് സംസ്ഥാനം തയ്യാറാകാത്തതാണ് കരാറുകാർക്ക് ലഭ്യമാകേണ്ട തുക ലഭിക്കാത്തതിനുള്ള കാരണം. ചെറുകിട കോൺട്രാക്ടർമാർക്ക് നൽകാനുള്ള 3,000 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പും കുടിശ്ശിക വരുത്തി. പൊതുമരാമത്ത് വകുപ്പ് മാത്രം 21,000 കോടി രൂപയാണ് നൽകാനുള്ളത്. പണം നൽകാമെന്ന പതിവ് വാഗ്ദാനം കേട്ടുമടുത്താണ് ഒടുവിൽ കരാറുകാർ സമരത്തിനിറങ്ങുന്നത്. കരാറുകാരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പല നിവേദനങ്ങൾ നൽകിയിട്ടും ഒരു പ്രശ്നങ്ങളും പരിഹാരമുണ്ടായിട്ടില്ല. ഒന്ന്, നമ്മുടെ PWD മിനിസ്റ്റർക്ക് നമ്മൾ നിവേദനങ്ങൾ കൊടുത്താൽ എല്ലാം ഉറപ്പ് പറയും, ഒരൊറ്റ എണ്ണം നടക്കത്തില്ല. ഉറപ്പ് പറയുന്ന കാര്യങ്ങളൊന്നും നടത്തിത്തരാനുള്ള ഒരു സംവിധാനം PWD മിനിസ്റ്റർക്കില്ല. സർക്കാരിനായി കരാർ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടർമാരുടെ സംഘടനയായ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് നിയമസഭാ മാർച്ച് നടത്തും. റേറ്റ് റിവിഷൻ നടപ്പിലാക്കുക, സർക്കാർ കോൺട്രാക്ടർമാരെ പ്രതിസന്ധിയിലാക്കുന്ന കരിനിയമങ്ങൾ പൊളിച്ചെഴുതുക, PWD മാനുവൽ പരിഷ്കരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺട്രാക്ടർമാരും സമരത്തിൽ പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം.